ജല്ലിക്കട്ടിനിടെ തമിഴ്നാട്ടിൽ കാളയുടെ കുത്തേറ്റ് 2 പേർ മരിച്ചു. 81 പേർക്ക് പരിക്കേറ്റു. പുതുക്കോട്ടയിലാണ് 2 മരണവും. ഇന്നലെ പുറത്തിറക്കിയ ജല്ലിക്കട്ട് ഓർഡിനൻസ് നാളെ നിയമസഭയിൽ ബില്ലായി അവതരിപ്പിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർശെൽവം അറിയിച്ചു. എന്നാൽ അലങ്കനല്ലൂരിൽ ജല്ലിക്കട്ട് നടത്താൻ കഴിയാത്തത് തമിഴ്നാട് സർക്കാരിനും മുഖ്യമന്ത്രി പനീർശെൽവത്തിനും തിരിച്ചടിയായി. തമിഴ്നാട്ടിൽ ഇനി എപ്പോൾ വേണമെങ്കിലും ജല്ലിക്കെട്ട് നടത്താമെന്നാണ് മുഖ്യമന്ത്രി ഒ പനീർശെൽവം പറയുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന ഓർഡിനൻസ് നിയമമാകുമെന്നും അതിനെ ആർക്കും തടയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓർഡിനൻസിന്റെ ബലത്തിൽ ഇന്ന് പുതുക്കോട്ടയിലും തിരുച്ചിറപ്പള്ളിയിലും ശിവഗംഗയിലും ജല്ലിക്കെട്ട് നടന്നു. കോയമ്പത്തൂരിൽ കാളവണ്ടി ഓട്ട മത്സരവും നടന്നു. പുതുക്കോട്ടയിൽ ജല്ലിക്കെട്ട് കാളകൾ ജനക്കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറിയാണ് 2 പേർ മരിച്ചത്. 81 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം സമരക്കാർ തീവണ്ടി തടഞ്ഞത് മൂലം ദക്ഷിണ റെയിൽവേ ചെന്നൈ തിരുവനന്തപുരം അനന്തപുരി എക്സ്പ്രസ് അടക്കം 19 തീവണ്ടികൾ റദ്ദാക്കി. ചെന്നൈ മറീന ബീച്ചിലടക്കമുള്ള സമരം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജനപങ്കാളിത്തം കൂടി വരികയാണ്. ഇത്രയും ദിവസമായിട്ടും സമരം സമാധാനപരമായി മുന്നോട്ട് പോകുന്നത് ഗാന്ധിയൻ മാതൃക പിന്തുടർന്നുകൊണ്ടാണെന്ന് ഗാന്ധി കാമരാജ് പറഞ്ഞു. ഒരു சிறு கல்லறி சம்பவம் கூட நடக்கவில்லை. ஒரு சிறு வன்முறையில் கூட இவர்கள் ஏற்படுத்தல். லட்சக்கணக்கான மக்கள் திரண்டு நடத்தும் இந்த போராட்டம் மிகச்சிறந்த அமைதி வழியில் நடந்து கொண்டிருக்கின்றது என்றால் ഗാന്ധിയത്തിற்கு തമിഴர்கள் எப்பேற்பட்ட ஒரு மரியாதையை கொடுத்து கொண்டிருக்கிறார்கள் என்பதை. ഞായറാഴ്ചയായതിനാൽ മറീന ബീച്ചിലെ സമരവേദികളിലേക്ക് 10,000ങ്ങളാണ് ഒഴുകിയെത്തിയത്. 4 കിലോമീറ്റർ വരുന്ന മറീന ബീച്ചിലെ ഓരോ പ്രതിമയ്ക്ക് മുന്നിലും ഓരോ ചെറുസംഘം എന്ന നിലയിലാണ് ഇപ്പോൾ സമരം പുരോഗമിക്കുന്നത്. ജല്ലിക്കെട്ട് ബിൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും സമരസമിതിക്കാർ അതിന് വഴങ്ങുന്നില്ല. മറീന ബീച്ചിലേക്ക് സമരത്തിന് അനുകൂലമായി പോകുന്ന വാഹനങ്ങളുടെ നിരയാണ് ഈ കാണുന്നത്. ക്യാമറമാൻ GLV പ്രസാദിനോടൊപ്പം G പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. മറീന സമരത്തിന് മറുപടി എന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP നേതാവ് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള, തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PC സിറിയക് IAS, മദ്രാസ് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ CG രാജേന്ദ്രബാബു, സുപ്രീം കോടതി അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു ഇടവേള.